പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്ത വരുന്നു. കാസർഗോഡ് തട്ടഞ്ചാൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു തീപിടുത്തമുണ്ടായിരിക്കുന്നു. പ്ലാസ്റ്റിക് സംഭരണശാലയ്ക്കാണ് തീപിടുത്തമുണ്ടായത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ് അരുൺ. എപ്പോഴാണ് ഈ തീ പിടിച്ചു തുടങ്ങിയത്? ഇപ്പോഴും തീ പൂർണ്ണമായും കത്തി തീർന്നിട്ടില്ലേ? ആളപായമൊന്നുമില്ലല്ലോ? അരുൺകുമാർ, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. 4 അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ചട്ടഞ്ചാലിലെ ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്താണ്. ഇപ്പോൾ എന്തായാലും ആശ്വാസകരമായിട്ടുള്ള കാര്യം തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നതാണ്. ഈ തീ പിടിച്ച ആ ഭാഗം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പൂർണ്ണമായി തന്നെ ഈ കത്തി നശിച്ചിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് സംസ്കരണ കേന്ദ്രമാണ്. ഈ പ്ലാസ്റ്റിക് സംസ്കരിച്ച് അല്ലെങ്കിൽ സംഭരിച്ച് റീസൈക്കിളൊക്കെ ചെയ്യുന്ന ഒരു കേന്ദ്രത്തിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. രാവിലെ പുലർച്ചെ 5:30 തീപിടുത്തമുണ്ടായി തുടങ്ങിയതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇവിടെ മറ്റ് തൊഴിലാളികളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങളിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. പെട്ടെന്ന് തന്നെ ഈ അഗ്നിരക്ഷാ യൂണിറ്റുകൾ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ അവരെത്തി. 4 യൂണിറ്റുകൾ എത്തി. കാസർഗോഡ്, കുറ്റിക്കോൽ, കാഞ്ഞങ്ങാട് എന്നീ സ്ഥലങ്ങളിലുള്ള യൂണിറ്റുകളാണ് എത്തിയത്. അതിനുശേഷം ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വലിയ പുകയാണ് ഉയർന്നത്. ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വലിയ പുക ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ നമ്മൾ ഇപ്പോൾ ചേരുകയാണ്. വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു. ശ്രമകരമായ ദൗത്യമായിരുന്നു. ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ പ്രദേശത്തൊക്കെ വലിയ രീതിയിൽ അന്തരീക്ഷത്തിൽ മലിനമായ പുക ഇഷ്ടം നിറഞ്ഞു കൂടിയിരുന്നു. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇത് നിയന്ത്രണമായതായി, പൂർണ്ണമായും നിയന്ത്രണമായതായിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഇവിടുത്തെ തൊഴിലാളികൾ അവർ അറിഞ്ഞ് എത്തിയിരുന്നു. നമ്മളെ കൂട്ടത്തിൽ തന്നെ അവരും സഹായത്തിനുണ്ടായിരുന്നു. അരുൺകുമാർ, അത് തന്നെയാണ്. വലിയ പുകയുയർന്നിരുന്നു, വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും അവരുടെ ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ എന്തായാലും സാധിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നാണ് അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7:55. ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ദില്ലിയിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സാക്ഷി എന്ന 21 വയസ്സുകാരിയുടെ നില എങ്ങനെയുണ്ട്? അവർ വെന്റിലേറ്ററിലായിരുന്നു. ക്രൂരമായി തലയ്ക്ക് മർദ്ദനമേറ്റ് അവർ മരിച്ചു എന്ന മട്ടിലുള്ള ചില വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. ആ വാർത്തകൾ തെറ്റാണ്, അത് വിശ്വസിക്കേണ്ട. ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം അവരെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആരോഗ്യനില മെച്ചപ്പെടുന്നു എന്നുള്ളൊരു വിവരമാണ് റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ നിന്ന് പറയുന്നത്. വ്യാജ വാർത്തകൾ കൊടുക്കരുതല്ലോ, ആരെങ്കിലും ആവശ്യപ്പെടുത്താനാണെങ്കിൽ പോലും അങ്ങനെ വ്യാജ വാർത്തകൾ ഉണ്ടാക്കരുത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ സമരത്തിനിടയിൽ നമ്മൾ കണ്ട 2 അനഭിലഷണീയമായ മാതൃകകളാണ് ഇതുപോലെ വ്യാജ വാർത്തകൾ പടച്ചുവിടുക എന്നുള്ളത്. രണ്ടാമത്തത്, അതിനിടെ കൂടി അനാവശ്യമായിട്ട് മതവും കൂടി കൂട്ടിക്കലർത്തി ചില മതമൗലികവാദികൾ നടത്തിയ ചില പ്രസ്താവനകൾ. അത് എത്ര ദോഷമാണെന്നറിയാമോ ഇത്തരം പ്രതിഷേധങ്ങൾക്ക് വരുത്തുക? ഇതൊരു സെക്യുലറായിട്ടുള്ള ഒരു സമരമല്ലേ? ആ സെക്യുലറായിട്ടുള്ള സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ വന്നിട്ട് അതിനകത്ത് മതം അങ്ങ് ചാലിക്കും. അപ്പോൾ താല്പര്യമുള്ള ഈ സംഘപരിവാർ ശക്തികൾക്കും അധികാരികൾക്കുമൊക്കെ ഇത് എടുത്ത് കാണിക്കുക. ഇതാ ഇപ്പോൾ സമരം ചെയ്യുന്നത് മതമൗലികവാദികളാണ്. എന്ത് മതമൗലികവാദികൾ? നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതാണ്. CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനം പരാജയപ്പെട്ടതാണ്. 14 കുട്ടികൾ ഈ രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്തതാണ്. ഇതിനെക്കുറിച്ചാണ് സമരം. അതല്ലാതെ ഏതെങ്കിലും മതത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമരമല്ല. ഇതിങ്ങനെ പറയേണ്ടി വന്നത് നിർഭാഗ്യകരമാണ്. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കുകയാണ് ചെറുപ്പക്കാർക്ക് ആവശ്യം. മതം നിങ്ങളുടെ സ്വകാര്യമായിട്ടുള്ള അവകാശമാണ്, അത് നിങ്ങൾ നടത്തിക്കൊള്ളൂ. പക്ഷേ അത് ഇതേപോലെ ജനങ്ങൾ സതുദ്ദേശത്തിന് വേണ്ടി നടത്തുന്ന, ചെറുപ്പക്കാർ സതുദ്ദേശത്തിന് വേണ്ടി പോരാടുന്നൊരു വേദിയിൽ വന്ന് മതമെടുത്ത് അലക്കരുത് എന്നുള്ളതാണ്. മതത്തിൻ്റെ വഴിക്ക് വിട്ടേക്കൂ പ്രിയപ്പെട്ട സുഹൃത്തെ. ഹൈജാക്ക് ചെയ്യാനാണെങ്കിൽ ആ പരിപാടി തളർക്കില്ല.